ഹായ് ഹലോ AR ഹാൻഡ്ലൂംസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ഗോഡൗണിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഓൺലൈൻ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അയക്കുന്ന കോളും മെസ്സേജിനും എങ്ങനെയാണ് റിപ്ലൈ തരുന്നത്, അത് എങ്ങനെയാണ് പാക്ക് ചെയ്ത് അയക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ബാ. അപ്പോൾ നമ്മുടെ എൻക്വയറി സ്റ്റാഫ് ആദരിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടീച്ചറടുത്ത് പോയി ചോദിച്ചു നോക്കാവേ. ചേച്ചി ഫുൾ ടൈം ഫോണിലാലോ? ആശുപ നമ്മൾ ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ എൻക്വയറിയും കോൾസും ചാറ്റും ഒരുപാടുണ്ട്. ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓൺലൈൻ സ്റ്റാഫുകളുടെ. അപ്പോൾ എങ്ങനെ ചെയ്യുന്ന വർക്ക് എന്നൊക്കെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരികയാണ്. നമ്മളിപ്പോൾ ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ താഴെ എൻക്വയറി സ്റ്റാഫ് നമ്പർ 3 എൻക്വയറി സ്റ്റാഫ് നമുക്കുള്ളത് 3-4 നമ്പർ താഴെ കൊടുക്കും. അതിലേക്ക് എൻക്വയറീസ് ഒക്കെ വരിക, കോളാണെങ്കിലും ചാറ്റാണെങ്കിലും അതിലേക്ക് വരിക. നമ്മളത് ഓൺലൈൻ സ്റ്റാഫ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും, എൻക്വയറി അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ബാക്കി കാര്യങ്ങൾ അവരാണ് ഡീൽ ചെയ്യുക, കൊറിയർ അയക്കുന്നതും അതുപോലെ പാക്ക് ചെയ്ത് അയക്കുന്നതും എല്ലാം അവർ തന്നെ നോക്കുക. അപ്പോൾ നമുക്ക് എത്ര എൻക്വയറി സ്റ്റാഫുകൾ? നമുക്ക് 3 എൻക്വയറി സ്റ്റാഫ് ഉണ്ട്, 15 ഓൺലൈൻ സ്റ്റാഫ് ഉള്ളത്. പിന്നെ ബില്ലിംഗ് പാക്കിംഗ് വേറെ വേറെ. അപ്പോൾ കൊറിയർ ചെയ്യുന്നൊക്കെ ഇവിടെ ഗോഡൗൺ? അതെ, ഗോഡൗൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓൺലൈൻ സ്റ്റാഫുകളൊന്ന് നോക്കാം. ഇനിയിപ്പോൾ 2 എൻക്വയറി സ്റ്റാഫും കൂടി ഉണ്ട്. രണ്ടാളുണ്ട്. ഒരാൾ ഷോപ്പിലാണ്, ഒരാൾ ഇവിടെ തന്നെ ഉണ്ട്, രേഷ്മയാണ്. രേഷ്മയാണ്. നിങ്ങൾ എങ്ങനെ ഓർഡർ വീഡിയോ നമ്മുടെ 3-4 നമ്പറെ കൊടുക്കുക. അപ്പോൾ നമുക്ക് എൻക്വയറീസ് വരുമ്പോൾ ചാറ്റ് ആണെങ്കിലും കോൾ ആണെങ്കിലും ഓൺലൈൻ സ്റ്റാഫിന് ആ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അവരാണ് കസ്റ്റമറിനെ സർവീസ് ചെയ്യുക. ഇപ്പോൾ കൊറിയർ അയക്കുന്ന ഓർഡർ എടുക്കുന്ന മുതൽ കൊറിയർ അയക്കുന്നവരെ കാര്യങ്ങൾ അവരാണ് നോക്കുക. അപ്പോൾ നമുക്ക് ഓൺലൈൻ സ്റ്റാഫ് ഇവരൊക്കെ നമ്മുടെ ഓൺലൈൻ സ്റ്റാഫ് വരുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇന്നലെ വന്ന ഓർഡേഴ്സാണ്. ഇവരൊക്കെ അഡ്രസ്സ് എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അഡ്രസ്സ് എഴുതി കഴിഞ്ഞാൽ നേരെ നമ്മൾ ബില്ല് അടിക്കാൻ പോകും. അവിടെ ബില്ലിംഗ് സെക്ഷൻ വരുന്നത്, പിന്നെ അവിടെ നേരെ കൊറിയർ അയക്കുക ചെയ്യാം. കൊറിയർ സെക്ഷൻ വരുന്നത് ഇപ്പുറത്താണ്. ഇതൊക്കെ പാക്ക് ചെയ്ത് ഇതൊക്കെ ഇന്ന് പോകാനുള്ള പോസ്റ്റുകളാണ്, ഇന്ന് അയച്ചു വെച്ചാണ്. ബാക്കി കൊറിയർ നമ്മൾ പാക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ ഓർഡർ വരുന്ന അനുസരിച്ച് നമ്മൾ പാക്ക് ചെയ്ത് അയച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഓൺലൈൻ സ്റ്റാഫുകൾക്ക് നമ്മൾ മെയിനായിട്ട് എല്ലാവർക്കും റാക്ക് കൊടുത്തിട്ടുണ്ട്. അവരൊരു ഓർഡേഴ്സ് സൂക്ഷിക്കാനായിട്ട് റാക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. ഇതൊക്കെ നമ്മൾ ഓർഡർ എടുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ആണ്. അതെ, ഇതൊക്കെ ഓർഡർ എടുത്ത് വെച്ചിരിക്കുന്നതും കൂടുതൽ പെൻഡിങ് പേയ്മെൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഓർഡർ നമ്മൾ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് എടുത്ത് വെക്കും. കസ്റ്റമേഴ്സ് പറയുന്ന അനുസരിച്ച് നമ്മൾ കൊറിയർ അയക്കുക ചെയ്യാം. ഇതെല്ലാം ഇപ്പോൾ ഇത് ഒരാളെ റാക്കല്ല, എല്ലാ ഓൺലൈൻ സ്റ്റാഫുകൾക്കും നമ്മളിപ്പോൾ 2, 3 വെച്ച് റാക്ക് കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെയാണോ ഐറ്റംസ് ഉള്ളത് അതനുസരിച്ച് നമ്മൾ റാക്ക് കൊടുക്കുക. നമുക്ക് ഇപ്പോൾ ഒരുപാട് കൊറിയർ സർവീസ് വരുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പാക്കിങ്ങിലാണ് അറിയാൻ പറ്റുക. നമ്മുടെ പാക്ക് സെക്ഷൻ ഇവിടെയാണ് വരിക. പോസ്റ്റ് ഉണ്ട്, DTDC, SSP, ട്രാക്ക്ഫോൺ, പ്രൊഫഷണൽ, അങ്ങനെ കുറേ സർവീസ് ഒക്കെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്തിട്ട് കിട്ടാൻ അങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ ഒരു 4-5 ഡേയ്സ് പിടിക്കുകയല്ല. പെട്ടെന്നായിട്ട് മറ്റേ ട്രാക്ക് ആൻഡ് പ്രൊഫഷണൽ അങ്ങനത്തെ കൊറിയർ ആകുമ്പോൾ 2-3 ഡേയ്സിനുള്ളിൽ കിട്ടും. പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ തൊട്ട് 1 മണി വരെ നമുക്ക് പോസ്റ്റ്, അതിനുശേഷം വൈകിട്ട് DTDC, കൊറിയർ, അങ്ങനത്തെ SSP, അങ്ങനത്തെ ബാക്കി സർവീസാണ്. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ ചേച്ചി? ഇല്ല, നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. നമ്മൾ ഇവിടുന്ന് സ്കാനർ അയച്ചു കൊടുക്കും, അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും കൊടുക്കുന്നുണ്ട്. പേയ്മെൻറ്റ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ബില്ലടിച്ച് ബില്ല് ചെക്ക് ചെയ്തിട്ട് ശേഷം നമ്മൾ കൊറിയർ ചെയ്യുള്ളൂ. ബില്ലിങ് നമുക്ക് ഇവിടെ തന്നെ അല്ലേ? ബില്ലിങ് ഇവിടെ തന്നെയാണ്. നമ്മളെ അക്കൗണ്ടിൽ ക്യാഷ് വന്നോന്ന് ചെക്കും ചെയ്യുന്നുണ്ട്. അതിന് ശേഷം മാത്രമാണ് നമ്മൾ പാക്കിങ്ങിന് കൊടുക്കുന്നുള്ളൂ. പാക്കിങ്ങിൻ്റെ പ്രോസസ്സിങ് ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ അതാണ് ഐറ്റം, കൊറിയർ അയക്കേണ്ട ഐറ്റം ഇതാണ്. നമുക്ക് കറക്റ്റായിട്ട് ഇത് അഡ്രസ്സും ബില്ലൊക്കെ വെച്ചിട്ടാണ് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.